കുറേയേറെ വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണെന്നാണ് ലിസമ്മ ബേബി പറയുന്നത്. ലിസമ്മ ബേബിയെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കുകളൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അവരതിനകത്ത് പറയുന്നത് ശരിക്കും ജിസിമോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിസിമോൾ എന്ന് പറഞ്ഞ വ്യക്തി ജിസിമോളുടെ വിവാഹത്തിലൊക്കെ ഇവർ പങ്കെടുത്താന്നാണ് പറയുന്നത്. അപ്പോൾ ജിസിമോൾ എന്ന് പറഞ്ഞ വ്യക്തി വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലിസമ്മ ബേബി പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾ എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ജീവിതത്തിലായാലും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അതെല്ലാം തരണം ചെയ്തു പോകണം എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവരെ ജിസിമോളുടെ അമ്മേനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവരെ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ടായിരിക്കാം, ആ രീതിയിൽ എടുക്കാൻ അതിനെ പഠിക്കണം, അല്ലാതെ പോയി ആത്മഹത്യ അല്ല ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. വേറൊരു ആൾ പറയുന്ന കേട്ടതാണ്, ജിമ്മി എന്ന് പറഞ്ഞ ആളെ അവിടെ വേദപാഠമൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു, അത്രയും നല്ല വ്യക്തിയായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുറമേ നിന്ന് ആർക്കും എന്തും പറയാം. ഒരു വീടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ വീടിനകത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഓരോ വ്യക്തിയുടെയും സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. പുറമേ കാണുന്ന പോലെ ഒന്നുമല്ല ഒരാളുടെയും സ്വഭാവം. പുറമേ ആൾക്കാരെ കളിച്ച് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക ഇടപെടുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ വീടിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിയിലിറക്കും. അതുകൊണ്ട് ഒരു ഭർത്താവ് ആരാണെന്ന് ശരിക്കറിയുന്നത് ഭാര്യയ്ക്കും, ഒരു ഭാര്യ ആരാണെന്ന് ശരിക്കറിയുന്നത് ചില ഭർത്താവിന് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെ ഒരു മകനെ കുറിച്ച് ഒരു അമ്മയ്ക്ക് ഒരിക്കലും ഫുൾ കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം അമ്മയുടെ മുമ്പിൽ മകൻ എല്ലാ സ്വഭാവവും പുറത്തെടുക്കത്തില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ച് വരുന്ന പെണ്ണിൻ്റെ ഒരിക്കലാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. അവന് ദേഷ്യം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അവന് രോഷം ഉണ്ടെങ്കിലും എല്ലാം അവൻ പുറത്തെടുക്കുന്നത് ഭാര്യയുടെ മുന്നിലാണ്. അമ്മയുടെ മുന്നിലും പെങ്ങന്മാരുടെ മുന്നിലും അവൻ വളരെ പരിശുദ്ധനായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇവർ പറയുകയാണ്, ലിസമ്മ ബേബി എന്ന് പറഞ്ഞ സ്ത്രീ പറയുകയാണ്, നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്നേ. എത്ര നാൾ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കും? ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തി പൂർണ്ണമായും ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നു, അവർക്ക് സമാധാനം കൊടുക്കുന്നില്ല, അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉപദ്രവിക്കുന്നു. ഒരു വാർത്ത ഞാൻ കേട്ടതാണ്. അതായത് നമ്മുടെ ജിസിമോൾ എന്ന് പറഞ്ഞ വ്യക്തി 7 മാസം ഗർഭിണിയായിരുന്നപ്പോൾ അവർക്ക് ഓഫീസിലൊക്കെ പോകേണ്ടതല്ലേ, അപ്പോഴേക്ക് അവരെ ഗ്യാസിലൊന്ന് തീ എത്തിക്കാൻ ഒരുങ്ങി, ആഹാരം വെക്കാൻ. അപ്പോൾ അവർ അമ്മായിമ്മ പറഞ്ഞു വിറകെടുത്ത് തീ എത്തിക്കാൻ പറയുന്നു. അതിനെ ചൊല്ലി ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. ഒരു വീടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാകത്തില്ല, എല്ലാം മൂടി വെക്കും. പിന്നെ സ്ത്രീകളായത് കാരണം അവർ ചിന്തിക്കും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, അത് കാരണം അവരും അത് സഹിച്ച് എന്തുമാത്രം മുന്നോട്ട് പോകും അത്രമാത്രം അവർ പോകും. എപ്പോഴും ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ ഇവിടെ ജിസിമോൾ ആത്മഹത്യ ചെയ്തു എന്ന് എന്താണ് തെളിവ്? ഇനി അവരെ കണ്ടമാനം ഉപദ്രവിച്ച് അവർ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് അവരെ കണ്ടമാനം മർദ്ദിച്ചിട്ടുണ്ടോ ഇവനൊക്കെ? അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ലിസമ്മ എന്ന് പറഞ്ഞ ആള് പറയുന്ന കാര്യങ്ങൾ ശരിക്കും നമുക്ക് വിഷമം. ഇങ്ങനെയാണോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കേണ്ടത്? സ്ത്രീകളുടെ എതിരാളി സ്ത്രീകൾ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു.